മലയാള സിനിമാ രംഗത്തേക്ക് റീ എൻട്രി ചെയ്ത ഒരു മഹാനടൻ്റെ ചില പുലമ്പലുകൾ കേട്ടപ്പോൾ ചിലതൊക്കെ ഓർമ്മ വരികയാണ്. ജുവൽ ഒറാം ഒഡീഷയിലെ BJPയുടെ മുതിർന്ന നേതാവും 16ാം ലോക്സഭയിലെ ആദിവാസി ക്ഷേമ വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയുമാണ്. ഒഡീഷയിലെ സുന്ദർഗഡ് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ്. വീട്ടിലെ സപ്പമഞ്ച കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങി വന്ന് പാർലമെന്റിലെത്തി മന്ത്രിയായൊന്നുമല്ല. നരേന്ദ്രമോദി പിടിച്ച് അങ്ങനെ മന്ത്രിയാക്കിയതല്ല. ഇദ്ദേഹത്തെ 13, 14, 16 ലോക്സഭകളിൽ അംഗമായിരുന്നു. പിന്നെ ഈ ജുവൽ ഒറാം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിലെ ഒരു ഫോർമാനായിരുന്നു. ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനാണ്. അല്ലാതെ മുഖത്ത് ചായവും തേച്ച് തകർപ്പൻ ഡയലോഗും പറഞ്ഞ് നടന്നൊന്നുമല്ല. അധ്വാനിച്ച് ജീവിച്ച് ജീവിതം മനസ്സിലാക്കിയ ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതും കേന്ദ്രമന്ത്രിയായതും. അടുത്തത് ദുർഗദാസ് ഉയിക്കെ, മധ്യപ്രദേശിലെ ബേട്ടൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗം, കേന്ദ്ര ആദിവാസി വകുപ്പിൻ്റെ സഹമന്ത്രി. ബേട്ടൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ഒന്നാമതല്ല, ഇത് 2ാം തവണയാണ് ജയിച്ചെത്തുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അറിയപ്പെടുന്നൊരു അധ്യാപകനായിരുന്നു മധ്യപ്രദേശിലെ തൻ്റെ നാട്ടിൽ. അല്ലാതെ അഭിനയം തലയ്ക്ക് പിടിച്ച് വെളിവില്ലാതെ നടന്ന ആളല്ല. മൂന്നാമത് കേന്ദ്ര ആദിവാസി ക്ഷേമ വകുപ്പ് സെക്രട്ടറി വിഭു നയ്യാർ IAS. ഇതിൽ ആരാണ് ഉന്നത കുലജാതനല്ലെന്ന് ശ്രീമാൻ ഒന്നും ചെയ്യാൻ അറിയാതെ അഭിനയം മാത്രം അറിയാവുന്ന സുരേഷ് ഗോപി എന്ന പെട്രോ സഹമന്ത്രിക്ക് തോന്നിയത്? ഇതിലാരാണ് ഉന്നത കുലജാതനല്ലെന്ന് ശ്രീമാൻ ഒന്നും ചെയ്യാൻ അറിയാത്ത അഭിനയം മാത്രം അറിയാവുന്ന സുരേഷ് ഗോപി എന്ന പെട്രോ സഹമന്ത്രിക്ക് തോന്നാനിടയായത്? എന്ത് കണ്ടിട്ടാണ് ശ്രീമാൻ സുരേഷ് ഗോപി ഇനിയെങ്കിലും കേന്ദ്ര ആദിവാസി വകുപ്പിലൊരു ഉന്നത കുലജാതൻ വരണമെന്ന് പറയുന്നതിനൊക്കെ ഒരു അതിരും വരമ്പുമുണ്ട്. മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് നരേന്ദ്രമോദിയോ അമിത്ഷായോ കേട്ടില്ല. അവർക്കറിയാവുന്ന ഭാഷയിലായിരുന്നെങ്കിൽ ഇതിനകം തിരിച്ച് മറുപടി കിട്ടിയേനെ. മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ ഈ വകുപ്പ് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരുന്നു, സമ്മതിക്കുന്നു, എന്നിട്ട് കിട്ടിയോ? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? കേരളത്തിലെ ആദിവാസി വോട്ടോ? അല്ലാതെ പിന്നെ മറ്റെന്താണ്? ഒരു സിനിമ പോലും കാണാൻ അവസരമില്ലാത്ത കേരളം സംസ്ഥാന സർക്കാരൊക്കെ ഏറെ പുണ്യമായും ബഹുമാനത്തിനെയും കാണുന്ന ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിന് സുരേഷ് ഗോപി എന്നാൽ ചോദിച്ചാൽ അറിയില്ല. അത് അവരുടെ തെറ്റാണോ? ഇവിടെ സ്വന്തം നാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് താങ്കളെ അറിയില്ലെങ്കിൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ എന്തിനാണ് താങ്കൾ ഈ വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ഇപ്പോൾ കിടന്ന് പുലമ്പുന്നത്? പിന്നെ ഏത് സംസ്ഥാനത്തെ ആദിവാസികളാണ് താങ്കൾ ഉദ്ധരിക്കാൻ പോകുന്നത്? ഉദ്ധരിച്ച് പാവം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും കൂട്ടരും ഇപ്പോൾ തലയിൽ കൈയും വച്ചിരിക്കുകയാണ് താങ്കളുടെ പോക്ക് കണ്ടിട്ട്. മിസ്റ്റർ സുരേഷ് ഗോപി, താങ്കൾ അറിയണം, ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിത വിഭാഗങ്ങളായ പട്ടികവർഗ വിഭാഗങ്ങളുടെ സംയോജിത സാമ്പത്തിക വികസനത്തിൽ ഒരു ഏകോപിതവും ആസൂത്രിതമായ രീതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈ ലക്ഷ്യത്തോടെയാണ് ഒരു ഗോത്രകാര്യ വകുപ്പ് കേന്ദ്രം രൂപീകരിച്ചത്. അത് BJP സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും അങ്ങനെ ഒരു വകുപ്പ് കൊണ്ടുവന്നത് പുണ്യമെന്ന് വേണം കരുതാൻ. അതെങ്കിലും താങ്കൾ അറിഞ്ഞിരിക്കണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന ഇല്ലെന്ന് താങ്കൾ വീണ്ടും പറയുന്നു. അപ്പോൾ എന്താണ് ആ പരിഗണന? അതോടെ നിൽക്കട്ടെ. ബജറ്റിലെ വകയിരുത്തലുകൾ ഓരോ മേഖലകളിലേക്കാണെന്നും കേരളം നിലവിളിക്കുകയല്ല വേണ്ടെന്നും കുറ്റപ്പെടുത്തുന്ന സുരേഷ് ഗോപി ഇനി എന്നാണോ CRPF സുരക്ഷാ ഭടന്മാരുടെ സംരക്ഷണയിൽ കേരളത്തിലേക്ക് മലയാളികൾ കാണാൻ എത്തുന്നത്? വന്ന് കാണേണ്ടവരെ കണ്ടേച്ച് പോയേക്കണം. മലയാളികളുടെ ക്ഷമ പരീക്ഷിക്കരുത് കുറച്ച് ദിവസത്തേക്കെങ്ങാനും. അടുത്തങ്ങ് ഇറങ്ങി ചെല്ലരുത് കുറച്ച് ദിവസത്തേക്ക്. കേരളം നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം ഇത്രയും. ചുമ്മാ ഇങ്ങനെ പുലമ്പൽ നടത്തരുത് ഇത്രയും. താങ്കൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം കേരളത്തിൽ താങ്കൾ നിൽക്കുമ്പോൾ താങ്കൾക്ക് ഡൽഹിയിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് കേരളം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം താങ്കൾക്ക് മനസ്സിലാകുന്നതേയില്ല. താങ്കൾ ഡൽഹിക്ക് വിട്ട ആ തൃശ്ശൂരിലെ ആ ചില നിഷ്പക്ഷ വോട്ടർമാരുണ്ടല്ലോ, അവരെ വേണം ചാണകവെള്ളം കലക്കി തളിക്കാൻ. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വേണമെന്നും വകുപ്പ് തനിക്ക് വേണമെന്ന് താൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടെന്നും ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ സുരേഷ് ഗോപി, താങ്കളുടെ ഉള്ളിൽ ആ മഹാനടന് മാത്രമേ കഴിയൂ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന് മനസ്സിലായിരിക്കുന്നു. ദയവ് ചെയ്ത് ക്ഷമ പരീക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.